എന്താണ് പ്രവാസികൾക്കായിട്ടുള്ള പദ്ധതികളിലെ സക്സസീവ് നോമിനേഷൻ? സാധാരണ പദ്ധതികളിലെ നോമിനേഷൻ മാതിരിയല്ല സക്സസീവ് നോമിനേഷൻ. മുൻഗണനാ ക്രമത്തിൽ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആൾക്കാരുടെ നോമിനേഷൻ നൽകുന്നതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് നോമിനേഷൻ. ഈ പദ്ധതിയിൽ അംഗമായ ആൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നോമിനിക്കാണ് സ്വാഭാവികമായിട്ടും തുക ലഭിക്കുന്നത്. എന്നാൽ പദ്ധതിയിൽ അംഗമായ ആൾ അതോടൊപ്പം തന്നെ ആദ്യത്തെ നോമിനിയും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ സക്സസീവ് നോമിനേഷൻ പ്രകാരം വെച്ചിരിക്കുന്ന രണ്ടാമത്തെ നോമിനിക്ക് ആ തുക ലഭിക്കും. ഒന്നാമത്തെ നോമിനിയും രണ്ടാമത്തെ നോമിനിയും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാമത്തെ നോമിനിക്ക് ആ തുക ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, തുല്യമായിട്ട് തുക വീതിച്ചു നൽകുകയല്ല ചെയ്യുന്നത്. എത്രയാണോ കൊടുക്കേണ്ടത് ആ തുക മുഴുവനായിട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതാണ് സക്സസീവ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയത്തില്ല, പലപ്പോഴും സംഭവിക്കുന്നത് ഒരേപോലെ ഈ പദ്ധതിയിൽ അംഗമായ ആളും നോമിനിയൊക്കെ ഇല്ലാതാകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ പിന്നീട് അവകാശികൾക്ക് ഈ തുക ലഭിക്കാൻ വേണ്ടി ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സക്സസീവ് നോമിനേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത്.